എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 11/12/2025 വ്യാഴാഴ്ച, വൃശ്ചിക മാസം 25-ാം തീയതി. നമുക്ക് മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ നക്ഷത്രക്കാർക്ക് ഇന്ന് വളരെ നല്ലൊരു ദിവസമായിരിക്കും. ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ മൂലം ചില പ്രയാസങ്ങൾ അനുഭവപ്പെട്ടേക്കാമെങ്കിലും കാര്യങ്ങളെല്ലാം മന്ദഗതിയിൽ ഉള്ളതെല്ലാം വളരെ വേഗത്തിൽ അനായാസേന ചെയ്യുവാൻ സാധിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. ഉച്ചയ്ക്ക് ശേഷം വളരെ പ്രതീക്ഷ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. ശാരീരികമായ ക്ലേശങ്ങൾക്കെല്ലാം ശമനം കിട്ടുന്ന ദിവസമാണ് ഇന്ന്. സാമ്പത്തികമായി ഉണ്ടായിരുന്ന പ്രതീക്ഷകളൊക്കെ സഫലീകരിക്കുവാൻ സാധ്യതയുണ്ട്. അതേപോലെ കമിതാക്കൾക്ക് വളരെ നല്ലൊരു ദിവസമായിരിക്കും. വിവാഹാദി കാര്യങ്ങളിലോട്ട് കടക്കുവാനുള്ള അനുമതി ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. ഊഹക്കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ മറ്റ് ചില നിക്ഷേപങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നവർക്കൊക്കെ ഇന്ന് വളരെ ലാഭം കിട്ടുന്ന ഒരു ദിവസമായിരിക്കും. സാമ്പത്തികമായി വലിയ ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരുങ്ങുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമാണ്. പക്ഷേ വളരെ ആലോചിച്ച് വളരെ ബുദ്ധിപരമായി കബളിപ്പിക്കപ്പെടാത്ത രീതിയിൽ നോക്കിയിട്ട് വേണം നിക്ഷേപങ്ങളെല്ലാം നടത്താൻ. യൂണിഫോം ഇട്ട് ജോലി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. അതേപോലെ ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും അനുകൂലമായി കാണുന്നു. എന്നാൽ കേസ്, വഴക്ക് തുടങ്ങിയ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ നിയമവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക്, നിയമപാലകർക്കൊക്കെ ഇന്നത്തെ ദിവസം ചില ബുദ്ധിമുട്ടുകളും അനിഷ്ട സംഭവങ്ങളും ഒക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. യുവാക്കൾ വളരെ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക. വാഹന സംബന്ധമായ കാര്യങ്ങളിൽ അപകടങ്ങൾ സംഭവിക്കുവാനും കാലിന് ക്ഷതമേക്കുവാനും ഒക്കെ സാധ്യത കാണുന്നു. എല്ലാവർക്കും ഈശ്വരൻ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക മുക്കാല്, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി തന്നെയാണ് കാണുന്നത്. ചില ഭാഗ്യങ്ങൾ, അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ വന്ന് ഭവിക്കുവാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. ആഹാരാദി കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കുക. ചില ഭക്ഷണങ്ങൾ, പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങളോ വീട്ടിൽ തന്നെ പഴകിയതോ ഒക്കെ ആയിട്ടുള്ള, ഫ്രിഡ്ജിൽ വെച്ചതോ ഒക്കെ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും ഭക്ഷ്യവിഷബാധ ഉണ്ടാകുവാനും ഒക്കെ സാധ്യത കാണുന്നതുകൊണ്ട് ഭക്ഷണകാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുക. അതൊഴിച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം വളരെ ശമനം ലഭിക്കുന്ന ദിവസമാണ്. പുതിയതായി ദോഷകരമായ ഒന്നും കാണുന്നില്ല. ബന്ധുജനങ്ങളിൽ ചിലർ ശത്രുഭാവത്തോടു കൂടി പെരുമാറാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. വീതം അല്ലെങ്കിൽ കുടുംബപരമായ ഷെയർ ഒക്കെ കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമാണ്. റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നുണ്ട്. അതുപോലെ ഗ്രഹം മാറുന്നതിന് ആലോചിക്കുന്നവർക്ക് അനുകൂലമായ ഒരു ഗ്രഹം ലഭിക്കുന്നതിനായിട്ട് സാധ്യത തെളിഞ്ഞു കാണുന്നു. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ശാരീരിക ക്ലേശങ്ങൾക്കെല്ലാം അയവ് വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. കലാകായിക രംഗത്ത് ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ദിവസമായിരിക്കും. കലാകാരന്മാർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കാനും അതേപോലെ സാമ്പത്തികമായ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാവാനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടി ത്യാഗങ്ങൾ ചെയ്യുവാനും അല്ലെങ്കിൽ സാമ്പത്തിക സഹായം ചെയ്യാനുമൊക്കെ അവസരം ലഭിക്കുന്നതാണ്. അതിൽ കൂടി പല ബന്ധങ്ങളും ഉറപ്പാകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടേക്കാം. അതേപോലെ ബിസിനസ് ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായി കാണുന്നു. സാമ്പത്തികമായി നല്ല ലാഭമുണ്ടാകുന്ന ഒരു ദിവസമാണ്. എന്നാൽ ചില ശത്രുക്കളുടെ ഇടപെടൽ മൂലം ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം, മാനസികമായ ക്ലേശങ്ങൾ അനുഭവപ്പെടാം, നിയമപരമായ ചില പ്രതിസന്ധികൾ വന്നു ചേരാൻ സാധ്യതയുള്ളൊക്കെ ഒരു ദിവസമായിരിക്കും. വളരെ ശ്രദ്ധയോടുകൂടിയ ആത്മവിശ്വാസത്തോടു കൂടിയും പ്രാർത്ഥനയോടുകൂടിയും മുൻപോട്ട് പോവുക. അവരവരുടെ വിശ്വാസമനുസരിച്ച് ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുക. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായി കാണുന്നു. പല നേട്ടങ്ങളും കൈവരുന്ന ദിവസമാണ്. അപ്രതീക്ഷിതമായ ചില സമ്മാനങ്ങളോ വിലപിടിച്ച വസ്തുക്കളോ ഒക്കെ ലഭിക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. എന്നാൽ കുടുംബത്തിൽ കലഹമുണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. ദുശീലങ്ങളുള്ളവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ട് വലിയ മനക്ലേശമുണ്ടാകുവാനും പോലീസ് കേസ് വരെ ഉണ്ടാകുവാനും ഒക്കെ സാധ്യതയുള്ള ദിവസമാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ശീലങ്ങളും ചിട്ടകളും ഒക്കെ തെറ്റാതെ പോകുന്നവർക്ക് ആരോഗ്യവും ആയുസ്സും മനസ്സമാധാനം ഉണ്ടാകുന്നതാണ്.
ചീത്ത കാര്യങ്ങളിലോ അല്ലെങ്കിൽ ദുഷിച്ച കൂട്ടുകെട്ടുകളിലോ ഒക്കെ ചെന്നപ്പെടാതെ വളരെയധികം ശ്രദ്ധിക്കണം. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്തരം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ധാരാളം കച്ചവടക്കാർക്ക് ധാരാളം ലാഭം ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. അതേപോലെ കെട്ടിട നിർമ്മാണത്തിന് ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, കെട്ടിടം വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നവർക്ക്, വസ്തു വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നവർക്കൊക്കെ അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇന്നത്തെ ദിവസമുള്ളത്. അതേപോലെ കുടുംബത്തിലുണ്ടായിരുന്ന കലഹങ്ങളൊക്കെ പറഞ്ഞു തീർക്കുവാനും സമാധാനം ഉണ്ടാകുവാനും ഒക്കെ സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും. ശാരീരിക ക്ലേശങ്ങൾക്ക് അയവ് വരുന്ന ഒരു ദിവസമാണ്. എന്നാൽ ചില ചെറിയ ബുദ്ധിമുട്ടുകളോ അപകടങ്ങളോ ഒക്കെ വന്ന് സംഭവിക്കാൻ യുവാക്കൾക്ക് സാധ്യതയുള്ളതുകൊണ്ട് യുവാക്കൾ വളരെ ശ്രദ്ധിക്കുക. ശ്രദ്ധയോടുകൂടി വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയും അതേപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുകയും ജലവുമായി ബന്ധപ്പെട്ട വിനോദങ്ങൾ ഒഴിവാക്കുകയും അല്ലെങ്കിൽ ഏതെങ്കിലും മതിലിലോ അല്ലെങ്കിൽ കുളക്കടവിലോ ഒക്കെ ഇരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. കാരണം വിഷദംശനം ഏൽക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. അടുത്തായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രമുക്കാല്, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണദോഷ സമ്മിശ്രമായതാണെങ്കിലും ചില ഗുണാധിക്യം ഉള്ള ദിവസമാണ് ഇന്ന് വിചാരിച്ച പല കാര്യങ്ങളും സാധിക്കുവാൻ സാധിക്കുന്ന ദിവസമാണ്. അതേപോലെ ഉദ്ദേശിച്ച കാര്യങ്ങൾ മുൻപോട്ട് പോകുവാനുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടുന്ന ദിവസമാണ്. ശാരീരിക ക്ലേശങ്ങൾക്ക് അയവ് വരുന്ന ഒരു ദിവസമായിരിക്കും. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഒഴിവാകുന്ന ദിവസമായിരിക്കും. അതേപോലെ ദീർഘായുസ്സിന് വേണ്ടി ധാരാളം യോഗ അതുപോലെയുള്ള എക്സർസൈസുകളൊക്കെ ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. അടുത്തതായി നമുക്ക് തുലാരാശിക്കാരുടെ ഫലം പരിശോധിച്ച് നോക്കാം. തുലാരാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖമുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ചില സാമ്പത്തിക ഇടപാടുകൾ തടസ്സം കൂടാതെ നടക്കുന്ന ദിവസമായിരിക്കും. യൂണിഫോം ഇട്ട ജോലി ചെയ്യുന്നവർക്ക് എല്ലാവർക്കും തന്നെ വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ആശ്വാസകരമായ ചില അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് ഇന്ന്. പ്രൊമോഷനുകളൊക്കെ ഡിക്ലെയർ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. ഔദ്യോഗിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ ആശ്വാസകരമായതും പ്രചോദനം ലഭിക്കുന്നതുമായ ഒരുപാട് അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. വളരെ വർക്കഹോളിക്കായിട്ടുള്ള ആളുകൾക്ക് അംഗീകാരം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. IT ഫീൽഡിലുള്ളവർക്കും വളരെ നല്ല ഒരു ദിവസമായിരിക്കും ഇന്ന്. പുതിയ ഗ്രഹം വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള നടപടി ഉണ്ടാകുന്നതാണ്. വിവാഹാദി കാര്യങ്ങൾക്ക് വളരെ അനുകൂലമായ തീരുമാനമുണ്ടാകുന്ന ദിവസമായിരിക്കും. ബിസിനസ്സുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമാണ്. എന്നാൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് ചെയ്യുന്നവർക്ക് ചില തടസ്സങ്ങൾ നേരിടാനായിട്ട് സാധ്യതയുണ്ട്. നിയമപരമായ ചില കാര്യങ്ങളോ കുരുക്കുകളോ ഒക്കെ വന്നു ഭവിക്കാനായിട്ട് സാധ്യത ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ മുൻപോട്ട് നീക്കേണ്ടതാണ്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖംകാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ ശാരീരികമായ ചില ക്ഷീണവും അവശതയും ഒക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. നീരിറക്കം പോലെയുള്ള അസുഖങ്ങൾ വന്ന് പെട്ടെന്ന് കഴുത്ത് പെടലി വെട്ടൽ അല്ലെങ്കിൽ നടുവ് വെട്ടലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഗ്യാസിൻ്റെ അസുഖമുള്ളവർക്കും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. പുതിയ ഗ്രഹം ഓടി പിടിപ്പിക്കുവാനും ഗ്രഹത്തിലോട്ടുള്ള പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങുവാനുമൊക്കെ സാധ്യത കാണുന്നു. ലാഭകരമായ കച്ചവടങ്ങൾ ലഭിക്കുന്നതാണ്. വിശ്രമം അത്യാവശ്യമായ ഒരു ഘട്ടമാണ് ഇന്ന്. അതുകൊണ്ട് തീർച്ചയായും വിശ്രമിക്കാതിരിക്കാൻ യാതൊരു കാരണവശാലും സാഹചര്യം ഉണ്ടാക്കരുത്. വിശ്രമം വളരെ അത്യാവശ്യമാണ്. സമാധാനത്തോടുകൂടി മുൻപോട്ട് പോകാവുന്നൊരു ദിവസമാണ്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും. എന്നാൽ മാതൃതുല്യരായ ആളുകളുടെ വിയോഗമോ അല്ലെങ്കിൽ മാതൃതുല്യരായ ആളുകൾക്ക് ആപത്തുകളോ ഒക്കെ വന്ന് സംഭവിക്കാൻ സാധ്യതയുള്ള ദിവസമായതുകൊണ്ട് മാതാവിനെ പരിരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അതേപോലെ വീഴ്ച, ഒടിവ്, ചതവ്, മുറിവ് ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും മാതാപിതാക്കൾക്ക്. അതേപോലെ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവർക്ക് അത് അധികരിക്കുവാനുള്ള സാധ്യത കാണുന്നു. വളരെ ശ്രദ്ധയോടുകൂടി വൈദ്യസഹായം തേടേണ്ട ഒരു സാഹചര്യം വന്നാൽ തീർച്ചയായും അത് തേടേണ്ടതാണ്. വലിയ ആപത്തുകൾക്കൊന്നും വഴി കാണുന്നില്ലെങ്കിലും ചെറിയ
ചില അസ്വാരസ്യങ്ങൾ അല്ലെങ്കിൽ ശാരീരിക ക്ലേശങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ശാരീരികമായി ഉണ്ടാകുന്ന ചില ക്ലേശങ്ങൾക്ക് അയവ് വരുന്ന ദിവസമായിരിക്കും. എന്നാൽ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന പകയോ പ്രതികാരമോ ഒക്കെ സൂക്ഷിച്ചു വയ്ക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കുക. അത്തരത്തിലൊരു ഇടപാടുണ്ടായാൽ വലിയ കലഹത്തിലേക്കും കേസിലേക്കുമൊക്കെ അത് വഴിതെളിക്കാൻ സാധ്യതയുണ്ട്. അതിര് തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക. അത് നിയമപരമായ നടപടിയിലേക്ക് നീങ്ങുവാൻ സാധ്യതയുണ്ട്. അതേപോലെ കള്ളപ്പണം ഉണ്ടാക്കുന്നവർ അല്ലെങ്കിൽ നേരെ അല്ലാതെ വളഞ്ഞ വഴിയിലൂടെ ധനം സമ്പാദിക്കുന്നവർ അത്തരത്തിലുള്ള പ്രവണത ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. ഏത് നിമിഷവും നമ്മൾക്ക് തിരിച്ചടി ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് ചില പ്രശ്നങ്ങൾ വന്നു ഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. എളുപ്പത്തിൽ പണം സമ്പാദിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കള്ളപ്പണമെന്ന് ഉദ്ദേശിക്കുന്നത് മോഷ്ടിക്കുന്ന പണമല്ല, നമ്മളുടെ നിയമത്തിൽ നിന്ന് വെട്ടിപ്പ് കാണിച്ചൊക്കെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരെയാണ് ഉദ്ദേശിക്കുന്നത്. ബിസിനസ്സുകാർക്ക് ഇന്ന് അത്ര തന്നെ നല്ല ഒരു ദിവസമായിരിക്കില്ല. ചില സാമ്പത്തിക പ്രശ്നങ്ങൾ വന്ന് നേരിടുവാനായിട്ട് സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. എന്നാൽ ചില നിയമപരമായ തടസ്സങ്ങൾ മൂലം പല കാര്യങ്ങളും മുടങ്ങിപ്പോകുന്നതായിട്ട് കാണുന്നു. ദൂരദേശത്തേക്ക് പോകാനും ആഗ്രഹിക്കുന്നവർക്ക്, ദൂരയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക്, സന്താനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്ന് പ്രതികൂലമായ ചില അനുഭവങ്ങൾ വന്ന് സംഭവിച്ചേക്കാം. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. ഊഹ കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലാഭം ലഭിക്കുന്ന ദിവസമാണ്. കാലിനോ കൈക്കോ ക്ഷതമേൽക്കുവാനും അതേപോലെ മുട്ടുവേദന അനുഭവിക്കുന്നവർക്ക് അത് അധികരിക്കുവാനും ഒക്കെ സാധ്യതയുണ്ട്. അതിന് ഉതകുന്നതായൊരു ചികിത്സാ സമ്പ്രദായം കണ്ടെത്തുവാനും അതിലേക്ക് പോകുവാനുള്ള തീരുമാനമെടുക്കുവാനും ഒക്കെ ഒരു നല്ല ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ ബന്ധുക്കളിൽ ചിലർക്ക് സൗഭാഗ്യങ്ങൾ വരുന്നത് മനസ്സിലാക്കിയിട്ട് വളരെ സന്തോഷം അനുഭവിക്കുന്ന ഒരു ദിവസമായിരിക്കും. കുടുംബാംഗങ്ങൾക്കെല്ലാം വളരെ നല്ല ഒരു ദിവസമാണെങ്കിലും വീട്ടമ്മമാർ ശ്രദ്ധിക്കുക. വീട്ടമ്മമാർക്ക് ഒടിവ്, ചതവ്, മുറിവ് ഒക്കെ സംഭവിക്കാൻ, വീഴ്ചയൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോകേണ്ടതാണ്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതി, കാല, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം രാജയോഗം പോലെയുള്ള യോഗം വരുന്ന ദിവസമാണ്. ഏഴര ശനി ജന്മത്തിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഇന്ന് വ്യാഴത്തിൻ്റെ ബലം കൂടുന്ന ഒരു ദിവസമായിരിക്കും. അതുകൊണ്ട് സുഖാനുഭവങ്ങളും ഭാഗ്യവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ കാലിനോ കയ്യിനോ വേദന അധികരിക്കാൻ അല്ലെങ്കിൽ വീഴ്ച, ഒടിവ്, ചതവ്, മുറിവ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. കായികമായി ജോലി ചെയ്യുന്നവർക്ക് ചില ശാരീരിക ക്ലേശങ്ങൾ അനുഭവപ്പെടുന്നതായിട്ട് കാണുന്നു. കൃഷി കൊണ്ട് ഉപജീവനം നടത്തുന്നവർക്ക് ഇന്ന് വളരെ നല്ല അനുകൂലമായൊരു ദിവസമായിട്ടാണ് കാണുന്നത്. അതേപോലെ മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക്, വിദേശ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അല്ലെങ്കിൽ വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. ഉത്തരവാദിത്തപ്പെട്ട ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ജോലിഭാരം കൂടുന്നതായി കാണുന്നു. വളരെ ശ്രദ്ധയോടുകൂടി അനായാസേന മനസ്സിനെ ചിട്ടപ്പെടുത്തി മുൻപോട്ട് പോയാൽ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. നാളെ നമുക്ക് വീണ്ടും കാണാം. ഇതേ സമയം നമ്മൾ വീണ്ടും കാണാം. അതുവരെ സർവേശ്വരൻ നിങ്ങളെ എല്ലാവരെയും കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം പറയുന്നു.